വാർത്തകൾ വിശദമായി. തൃശൂരിലെ ധനവ്യവസായ ബാങ്കേഴ്സ് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മുഴുവൻ നിക്ഷേപങ്ങളും സർക്കാർ മരവിപ്പിച്ചു. സ്വത്തുക്കൾ കണ്ടുകെട്ടി. സർക്കാർ അധികാരപ്പെടുത്തിയ ഗവൺമെന്റ് സെക്രട്ടറി സഞ്ജയ് കൗളിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃശൂർ ബ്രാഞ്ച് ACP കെ തോമസ് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് ഉത്തരവിറക്കിയത്. വിവരങ്ങളുമായി അനീഷ് ആനന്ദ് ചേരുന്നു. അനീഷ്, തൃശൂരിലെ ധനവ്യവസായ ബാങ്കേഴ്സ് സർക്കാർ നടപടി ഉണ്ടായിരിക്കുകയാണ്. മുഴുവൻ ആളുകളുടെയും സ്വത്ത് കണ്ടുകെട്ടാൻ നടപടി ഉണ്ടായി. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയത്. ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് ACP കെ തോമസ് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇയാളുടെ സ്വത്തുക്കളും മറ്റും കണ്ടുകെട്ടാനും മരവിപ്പിക്കാനുമുള്ള നടപടിയിലേക്ക് നീങ്ങിയത്. സർക്കാർ ഉദ്യോഗസ്ഥനായ ഗവൺമെന്റ് സെക്രട്ടറി സഞ്ജയ് കൗളിനാണ് ഈ ACP റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതേ തുടർന്നാണ് നടപടിയെടുത്തത്. ധനവ്യവസായ ബാങ്കേഴ്സ് ഉടമകളായ വടൂക്കര സ്വദേശി ജോയ് ഡി പാണഞ്ചേരി, അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ റാണി ജോയ് എന്നിവരുടെ നിക്ഷേപങ്ങളാണ് മരവിപ്പിച്ചത്. ഇവരുടെ വസ്തുവകളും സ്വത്തുക്കളും സർക്കാർ കണ്ടെത്തി. 2019 അനധികൃത നിക്ഷേപ നിരോധന നിയമം അനുസരിച്ചാണ് ഇപ്പോൾ ഈ നടപടി എടുത്തിട്ടുള്ളത്. സി ബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ബ്രാഞ്ച് ACP കെ തോമസ് ആണ് സർക്കാരിലേക്ക് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. ഈ കേസിലെ ഒന്നാം പ്രതിയും ആയ ജോയ് ഡി പാണഞ്ചേരി കഴിഞ്ഞ മാസം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഈ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കഴിഞ്ഞ ദിവസം കീഴടങ്ങിയിരുന്നു. ഇതേ തുടർന്ന് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തി വരികയാണ്. ഇദ്ദേഹത്തിന്റെ തൃശ്ശൂരിലെ ഓഫീസിലും അതുപോലെ വീടുകളിലും മറ്റു സ്ഥാപനങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതേസമയം ഇദ്ദേഹത്തിന്റെ ഭാര്യ റാണി ജോയ് ഇതുവരെയും പോലീസിന് പിടികൂടാനായിട്ടില്ല. സിറ്റി പോലീസ് തൃശ്ശൂർ സിറ്റി പരിധിയിൽ മാത്രം ഈ സ്ഥാപനത്തിനെതിരെ 85 പരം കേസുകൾ ഇപ്പോൾ നിലവിലെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ കേസുകളിലെല്ലാം കൂടി ആകെ 30 കോടിയിൽ താഴെ മാത്രമുള്ള തുകയ്ക്കാണ് നിലവിൽ കേസുകൾ എടുത്തിട്ടുള്ളത്. അതേസമയം പോലീസിന്റെ കണക്കുകൂടലനുസരിച്ച് കോടികൾ, ഈ 30 കോടിയല്ല, ഇതിന്റെ എത്രയോ മടങ്ങ് തട്ടിപ്പ് നടന്നിട്ടുള്ളതാണ് ഇപ്പോൾ പോലീസ് കണക്ക് കൂട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. അതേസമയം ഈ നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവർ പറയുന്നത് 200 കോടിയിലധികം രൂപ ഈ സ്ഥാപനം തട്ടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് അവർ ആരോപിക്കുന്ന ആക്ഷേപം. വ്യക്തമാണ് അനീഷ്. തൃശൂരിൽ ധനവ്യവസായ ബാങ്കേഴ്സ് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മുഴുവൻ നിക്ഷേപങ്ങളും സർക്കാർ മരവിപ്പിച്ചു. സ്വത്തുക്കൾ കണ്ടുകെട്ടി. സർക്കാർ അധികാരപ്പെടുത്തിയ ഗവൺമെന്റ് സെക്രട്ടറി സഞ്ജയ് കൗളിന് അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃശൂർ ബ്രാഞ്ച് ACP കെ തോമസ് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് ഉത്തരവിറക്കിയത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി.